ഇന്ന് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയപ്പോൾ പൂരിയും ബാജിക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പൂരിക്ക് ഞാൻ കുഴച്ചെടുത്ത് ഉരുളകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ മിട്ടു എനിക്കൊന്നും തരാനില്ലേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൗതുകത്തോടെ എല്ലാവരും വരുന്നുണ്ട്. രാവിലെ ഞാൻ എണീച്ച് വരുന്ന സമയത്ത് തന്നെ അതും അടുക്കളയിലോട്ടെത്തും. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവിലുണ്ടായിരുന്നു. അവിലും മത്തിയും കൂടിയിട്ടുള്ള മിട്ടുൻ്റെ രാവിലത്തെ ഭക്ഷണമാണിത്. ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഇന്ന് ഇതാണ്. അപ്പോൾ നമ്മൾ ബാജിക്കറി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊരു 3 വിസിൽ വരെ വരുത്താം. ഈ സമയം കൊണ്ട് ഐസ് ഒക്കെ കളഞ്ഞ് മീൻ പുയ്യാപ്ലയാണ്. അത് മുളകിടാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് ഒരു തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക്, അതായത് 2 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് അത് കലക്കി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചോറ് വാർത്തു. മീൻകറി അടുപ്പത്തുനിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുയ്യാപ്പിള അധികവും മുളകിട്ട് വെച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ RCMൻ്റെ വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണ. നമ്മൾക്ക് ഇതിലോട്ട് മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾക്കിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ഈ മൺചട്ടിയിൽ കുറച്ച് നേരം തിളച്ചുകൊണ്ടിരിക്കും. മിട്ടു രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സെൻട്രൽ ഹാളിൽ വന്നിട്ട് ഇങ്ങനെ തരിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിനെ കാണുമ്പോൾ ഒരു പാവം തോന്നും. ഇത് മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാഞ്ഞിട്ട് അടുക്കളയിൽ പിന്നെയും വന്ന് സങ്കടത്തോടെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബാജിക്കറി റെഡി ആയിട്ടുണ്ട്. കടുക് കുറച്ചധികമായിപ്പോയി ഇടുന്നത്. അതാണ് ഇങ്ങനെ. ഇത് ബീട്രൂട്ടും നമ്മളുടെ എന്താ പറയുക ക്യാരറ്റും, അത് രണ്ടും വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്ത് മുറിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് അതിനെ കൊണ്ടൊരു വറവുണ്ടാക്കാം. കുറേ നാളായി ഫ്രിഡ്ജിൽ, അത് ഒരു ചെറുതായി വാടിയ പോലെയുണ്ട്. അങ്ങനെ ഞാനത് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. വറവിൽ അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് കാന്താരിയും 2-3 വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കയ്യിലുള്ള ഇത് കഴിഞ്ഞു. ഇനി പറിക്കാൻ വളപ്പിലേക്ക് ഇറങ്ങാമെന്ന് മഴയായതുകൊണ്ട് വയ്യ, അതുകൊണ്ടുള്ള കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ്. അങ്ങനെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. കാരണം എനിക്ക് പൂരി ചുടാൻ ആ ചീനച്ചട്ടീൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഒരേ ഒരു ചീനച്ചട്ടിയേ ഉള്ളൂ, ഇരുമ്പിൻ്റെത്. അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും യൂസ് ചെയ്യുക. അപ്പോൾ പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എപ്പോഴും പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പൊങ്ങലുണ്ട്. നമ്മൾ RCMൻ്റെ ചപ്പാത്തി മാവിനെ കൊണ്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. കാപ്പി ഉണ്ടായി. അപ്പോൾ നമ്മൾക്കിനി ചായ കഴിക്കാം. ഇതിനിടയിൽ എൻ്റെ ചോറും ആയിട്ടുണ്ട്. കാസറോളിൽ അടിച്ചു വെക്കാം. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഭക്ഷണങ്ങളും ഉച്ചക്കേക്കും രാവിലത്തെ പ്രഭാതഭക്ഷണം കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ക്ലീനാക്കി ഓരോ പാത്രത്തിലേക്ക് അടച്ചു വെച്ച് കഞ്ഞിവെള്ളം അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടൊക്കെ നല്ല ക്ലീനായി. രാവിലെ തന്നെ തട്ടൊക്കെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സമാധാനമാണ്. ബോക്സുകളൊക്കെ വെക്കുന്നത് ഈ ഒരു ബേസിനിലാണ്. അപ്പോൾ അടുപ്പൊക്കെ ക്ലീനാക്കി വെച്ചു. ഇനി വൈകുന്നേരം മാത്രമേ നോക്കേണ്ടതുള്ളൂ. സിങ്കൊക്കെ ഓക്കെ.